ചോദ്യം ഇതാണ്, തന്നിരിക്കുന്ന പദങ്ങളെ അവരോഹണ ക്രമത്തിൽ അറേഞ്ച് ചെയ്യാനാണ്, ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ്. അപ്പോൾ ഇവിടുത്തെ ഓരോ പദങ്ങളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും പൂർണ്ണമായും റൂട്ട് എടുക്കാൻ പറ്റുന്ന സംഖ്യകളല്ല ആ കിടക്കുന്നത്, കരണികളാണ്, സഡ്സ് ആണ്. ഇവരെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ, ഇവരെ എല്ലാവരെയും ഞാൻ സ്ക്വയർ ചെയ്യാൻ പോവാം. വാല്യൂസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, 2√5 സ്ക്വയർ ചെയ്യുമ്പം 2ൻ്റെ സ്ക്വയർ 4 √5 സ്ക്വയർ ചെയ്യുമ്പോൾ അത് 5 മാറും. അപ്പോൾ അത് 4 × 5 എന്ന് എഴുതാം. രണ്ടാമത്തെ പദമായ 3√2 സ്ക്വയർ ചെയ്യുമ്പം 3ൻ്റെ സ്ക്വയർ 9 √2 സ്ക്വയർ 2. ദെൻ മൂന്നാമത്തെ പദമായ 4√3 സ്ക്വയർ ചെയ്യുമ്പം 4ൻ്റെ സ്ക്വയർ 16 √3 സ്ക്വയർ ചെയ്യുമ്പോൾ അത് 3 മാറുന്നു. ലാസ്റ്റ് ടൈമിനെ സ്ക്വയർ ചെയ്യുമ്പം 2ൻ്റെ സ്ക്വയർ 4 √6 സ്ക്വയർ 6 തന്നെയാകുന്നു. ഓക്കെ ആണോ? ഇത്രയും ഇതിൽ നിന്നുകൊണ്ട് ഇവരുടെ വിലകൾ നമുക്ക് പറയാവുന്നതല്ലേ ഉള്ളൂ. ആദ്യത്തെ ടൈമിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ 4 × 5 20. രണ്ടാമത്തെ പദത്തിൻ്റെ വില നമുക്ക് 18 എന്ന് അസ്യൂം ചെയ്യാം. മൂന്നാമത്തെ പദം 16 × 3 48 എന്ന് അസ്യൂം ചെയ്യാം. നാലാമത്തെ പദം 4 × 6 24 എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ ആണോ? അങ്ങനെങ്കിൽ ഏത് ഓർഡറിലാണ് ഇവരെ അറേഞ്ച് ചെയ്യേണ്ടത്? ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനാ പറയുന്ന. അവരോഹണ ക്രമം വലുതിൽ നിന്ന് ചെറുതിലോട്ട് പോകണം. ഏറ്റവും വലുതാരാ? 48 വില കിട്ടിയത് എന്ന് പറഞ്ഞാൽ 4√3 ആണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞ് അല്പം കൂടി ചെറുതാരാ? 24 വില കിട്ടിയത്. അതാരാ? 2√6 ആണ് അടുത്ത ആള്. ദെൻ അതിൽ ചെറുത് 20 വില കിട്ടിയത്. അതാരാ? ആദ്യത്തെ ആളായ 2√5 ആണ്. ഇവിടുത്തെ ഏറ്റവും ചെറിയ ആളാരാ? 18 വില വന്ന 3√2 ആണ് ഏറ്റവും ചെറിയ ആള്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? താങ്ക് യു.